Hello, guys. Thought of starting today's journey with God's blessing. We are at Iratipetta St. George Church, which is one of the famous church in Kerala. പിന്നെ നിങ്ങൾ ആരെങ്കിലും പാലാഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഈ പള്ളിനെ കുറിച്ച്. ഇത് ഗീവർഗീസ് പുള്ളിയാലിൻ്റെ ചേർച്ചാണേ. കയറി വന്ന ഉടനെ ഇവിടെ കുരിശുണ്ട് കേട്ടോ. ഈ കുരിശയിൽ ഞാനിങ്ങനെ എണ്ണ കോരി ഒഴിക്കുവാണേ. 3 പ്രാവശ്യം ഇങ്ങനെ എണ്ണ കോരി ഒഴിക്കും കേട്ടോ. ചില ആളുകളൊക്കെ 4-5 പ്രാവശ്യമൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു. ഏതാ കറക്റ്റെന്ന് അറിയില്ലേ. അങ്ങനെ എണ്ണ ഒഴിച്ച് ഇപ്പം തിരി കത്തിക്കുന്ന സമയമാണേ. ഞാനും എൻ്റെ അച്ഛനും ചേർന്ന് തിരി കത്തിക്കുക കേട്ടോ. അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങുവാണ് അവിടുന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗീവർഗീസ് പുണ്യാളനെ കേൾക്കുന്നത്. പിന്നെ എൻ്റെ അനിയൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഗീവർഗീസ് എന്ന് വെച്ചാൽ സെൻറ്റ് ജോർജ് ആണ്. അങ്ങനെ പള്ളിയിലെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ ഇറങ്ങുവാണേ. ആരെങ്കിലും ഗെസ് ഉണ്ടോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? ഇപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, കാരണം ഞാൻ എൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എന്ത് ഭംഗിയല്ലേ നമ്മുടെ നാട് കാണാൻ, ഈ പച്ചപ്പവും ഹരിതാപവും ഒക്കെ ആയിട്ട്. പിന്നെ കാണുമ്പോൾ തന്നെ ഒരു കണ്ണെന്നൊരു നല്ല കുളിർമയാണ്. പീസ്ഫുള്ളായിട്ട് സ്ഥലങ്ങളും. പിന്നെ അതിശയമെന്ന് വെച്ചാലേ ഈ മലയുടെ പുറത്ത് എങ്ങനെ ഈ വീട് പണിയുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു സൈഡിൽ കൊക്ക, വേറൊരു സൈഡിൽ വീടുകളും സംഭവങ്ങളൊക്കെ. ഇത് കണ്ടോ, നമ്മുടെ കുരിശുമലയാണേ വാഗമണിലുള്ള. ഇതിൻ്റെ എൻട്രൻസ് ആട്ടോ ഇത്. പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച കേട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ് സ്റ്റോറീസ്. അപ്പം ഞാൻ ഇന്നുള്ളത് എവിടെയാണെന്നറിയാമോ? സർപ്രൈസ്, വാഗമണാണ് കേട്ടോ. അപ്പം വാഗമണിൽ ഞങ്ങൾ ഇത് സെക്കൻഡ് ടൈം ആട്ടോ വാഗമണിൽ. ഇതൊരു വ്യൂ പോയിന്റ് ആട്ടോ കേട്ടോ വാഗമണിൽ. ഇവിടെ നമ്മൾ വണ്ടിക്ക് നേരിട്ട് നടക്കണേ മുകളിലോട്ടെ. അപ്പം നമുക്ക് വാഗമണിൻ്റെ കാഴ്ചയായിട്ട് കാണാം. ഓക്കെ, നമ്മളങ്ങനെ വാഗമൺ എത്തി കേട്ടോ. വാഗമൺ എത്തിക്കഴിഞ്ഞ് വണ്ടിക്ക് ഇവിടെ പാർക്ക് ചെയ്യണേ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കേട്ടോ. വ്യൂ പോയിന്റ് നമ്മൾ പോവാണേ. വണ്ടിക്ക് ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ വോക്ക് ചെയ്യാം കേട്ടോ മുകളിലോട്ട്. ഇതാണ് എൻ്റെ ബ്രദർ കേട്ടോ, സെവിൻ. ഹായ് സെവിന്. അപ്പം അച്ഛനും താഴെ നിൽക്കും കേട്ടോ, കാരണം ഒത്തിരി കയറ്റം കയറി പോണേ. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ നടന്ന് പോയിട്ട് മുന്നോട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. അവിടെ പോയിട്ട് എങ്ങനെ വ്യൂ നിൽക്കണം നമുക്ക് കാണിക്കാം. ഓക്കെ, സീ യു അപ്പ് ദേർ. ഒരു 8-9 കിലോമീറ്റർ മാറുമ്പോഴാണ് ഒരു 1.5 കിലോമീറ്റർ ചുറ്റുള്ളതിലും എല്ലാം കാണാവുള്ളൂ. അവിടെ ഇവിടെ ഒന്നുമില്ല, ഇത് റോഡ് പോലെയാ. വ്യൂ പോയിന്റ്, മലകൾ കാണാൻ. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു സിപ്പ് ലൈൻ കാണാം കേട്ടോ. ഭയങ്കര പേടിയാവും ഇത് കാണുമ്പം. ഇത് കാരണം ഈ സിപ്പ് ലൈൻ ഫ്രം വൺ മൗണ്ടൻ ടു അനദർ മൗണ്ടൻ ആട്ടോ പോകുന്നത്. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കൊക്കയാണേ. ഓ മൈ ഗോഡ്, അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സംഭവമാണ് കേട്ടോ. അവിടെ കണ്ടോ ആകാശം നല്ല ഭംഗിയില്ലേ. ഒരു എയർക്രാഫ്റ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവരുടെ യുദ്ധത്തിൻ്റെ ആണോ എന്നറിയത്തില്ല, എയർക്രാഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഇത് കരടിയുടെ സംഭവം കണ്ടോ, അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട്. ഇവിടെ ഒത്തിരി കടകളുണ്ട് കേട്ടോ, ഇങ്ങനെ ഹാറ്റ്സും അങ്ങനത്തെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവേ. പിന്നെ ചായ കുടിക്കാനും പല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് കയറാൻ വിചാരിക്കട്ടോ. കുറച്ച് എനർജിക്ക് വേണ്ടേ. സോ ഗൈസ്, ഇതാണ് കേട്ടോ എൻട്രൻസ്, മൊട്ടക്കുന്നിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇത് മൊട്ടക്കുത്താണ്, വാഗമൺ മൊട്ടക്കുന്ന്. നമ്മൾ എൻട്രി ഫീസ് 25 rupees ഉണ്ട് കേട്ടോ, എൻട്രി ഫീസ് ഫോർ അഡൾട്ട്സ്. പിന്നെ പിള്ളേർക്കൊക്കെ സീനിയർ സിറ്റിസൻക്ക് ഡിഫറെൻ്റ് ആട്ടോ, 15 ഒക്കെ ഉള്ളൂ. ഫോർ അഡൾട്ട്സ് ഇറ്റ്സ് 25 rupees കേട്ടോ. ഗൈസ്, നമ്മൾ മൊട്ടക്കുന്ന് എത്തി കേട്ടോ. ഇതാണ് മൊട്ടക്കുന്നിൻ്റെ എൻട്രൻസ് ഒക്കെ കേട്ടോ. ഇങ്ങനെ കുറേ കുന്നുകളാണ്. മൊട്ടക്കുന്ന് വെച്ചാൽ കുറേ ഉണ്ട്, ഇങ്ങനെ കുറേ കുന്നുകളാണ്.
അപ്പം ഇവിടെ എൻട്രി ഫീസ് 25 റുപ്പീസാണ് കേട്ടോ ഫോർ അഡൾട്ട്സ്. പിന്നെ പിള്ളേർക്ക് 15 പിന്നെ ഒക്കെ ഉള്ളൂ കേട്ടോ. സീനിയർ സിറ്റിസൺക്ക് 15 ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല പിന്നെ വലിയ ചൂടില്ല കേട്ടോ. കുറച്ചൊരു തണുത്ത് കാറ്റ് കടിക്കുന്നുണ്ട് കേട്ടോ. നല്ല മൊട്ടക്കുന്നിൽ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല, ഇങ്ങനെ കുറേ കുന്നുകളാണ്, ഒത്തിരി കുന്നുകളാണ് കേട്ടോ. ഇന്ന് നമ്മൾ സൺഡേ ആണ് വന്നത്. അപ്പോൾ സൺഡേ വന്നാൽ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഇവിടെ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മടുത്തു കേട്ടോ. നല്ല കുന്നാണ്. അവിടെ നല്ല ഇതുണ്ട്, അവിടെ ഫോട്ടോസ് എടുക്കണം. ഇവിടെ വന്നപ്പോൾ കുറേ ആളുകൾ പട്ടമൊക്കെ പറപ്പിക്കുന്നുണ്ടായിരുന്നേ. നല്ല ഭംഗിയില്ല പട്ടം കാണാൻ. അതൊരു ബേർഡിൻ്റെ ഒരു രൂപമുള്ള പട്ടമാണ് കേട്ടോ. താഴോട്ട് വീണു, ദേ കിടക്കുന്നു, താഴെ കിടക്കുന്നു. അങ്ങനെ പല ആക്ടിവിറ്റീസൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ, പിള്ളേർക്ക് വേണ്ടിയും പിന്നെ വലിയവർക്ക് വേണ്ടിയൊക്കെ. പിന്നെയില്ലേ, ഞാനൊരു 10 years മുമ്പ് വാഗമൺ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാണുന്ന വാഗമൺ അല്ല കേട്ടോ ഇപ്പോൾ കാണുമ്പം. ഇപ്പം ഭയങ്കര ഡ്രൈ ആയി പോയി കേട്ടോ ഇവിടെ. അന്ന് വാഗമൺ കാണാൻ നല്ല ഭംഗിയായിരുന്നേ, ഇത്രയും ആൾക്കാരും ഇല്ലായിരുന്നു. ഞങ്ങൾ അന്ന് വന്നപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു, ഞങ്ങളും എൻ്റെ കസിൻസൊക്കെ കൂടെയാണ് വന്നത് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം നല്ല പച്ച കുന്നുകളായിരുന്നേ. ഇപ്പം എല്ലാം മൊത്തം ഡ്രൈ ആയി കിടക്കുവാണ്. പിന്നെ ഇത്രയും ആക്ടിവിറ്റീസ് ഒന്നും അന്നില്ലായിരുന്നു കേട്ടോ. നമ്മൾ വന്ന് മൊട്ടക്കുന്നൊക്കെ ഒരു കയറി ചാടി കളിച്ച് പോയേ. പക്ഷെ ഇപ്പോൾ നോക്കുമ്പം എത്ര മനുഷ്യരാണ് വരുന്നേ. വീക്കെൻഡ് ആയതുകൊണ്ട് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഒരു സൺഡേയോ ഒരു വീക്കെൻഡ് ഔട്ടിങ്ങിനൊക്കെ വരാൻ നല്ല കേട്ടോ. പിന്നെ ഇവിടെ കുറേ റിസോർട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കെല്ലാം സ്റ്റേ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാം. പിന്നെ ചൂട് വലുതായിട്ടില്ല കേട്ടോ, നല്ല തണുത്ത് കാറ്റൊക്കെ വരുന്നുണ്ട്. വെയിലുണ്ട്, നല്ല ചൂടില്ല, ഓക്കെയാണ്, നമുക്ക് ടോളറേബിൾ ആണ് കേട്ടോ. അപ്പം അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറച്ച് പോയാലാണ് എന്താ പറയുക, പൈൻ തോട്ടമൊക്കെ, അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ ഫോട്ടോസ് ഇല്ല കേട്ടോ. ഗായ്സ് സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ സിപ്പ് ലൈനിൽ കയറാനുള്ള പ്ലാൻ ഉണ്ട് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സിപ്പ് ലൈൻ കയറാൻ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ അവിടെ കയറി കേട്ടോ, വാഗമണിൻ്റെ ഫോട്ടോസൊക്കെ. മൊത്തം മൊട്ടക്കുന്നാണ് ഇവിടെയൊക്കെ, നല്ല മൊട്ടക്കുന്നാണ്. ഓക്കെ ഗൈസ്, നല്ല രസം, നോക്കി ഭംഗിയല്ലേ കാണാൻ. കുന്നുകളൊക്കെ കുറേ നല്ല പാറയും കുന്നുകളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. பாருங்க பாருங்க பாருங்க. പോയി എങ്ങോട്ട് പോയി, അൾട്രാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഗൈസ് അങ്ങനെ ഞാൻ സിപ്പ് ലൈനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി പുഴയുണ്ട്, പുഴയല്ല ലേക്കാണ് കേട്ടോ, സോറി ലേക്കാണ്. അപ്പം നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റുന്ന ലേക്കാണ്. പിന്നെ അവിടെ ആണെങ്കിൽ സൈക്ലിംഗ് ഉണ്ട് കേട്ടോ, സൈക്ലിംഗ് ചെയ്യാൻ നമുക്ക്. നല്ലതായിട്ട് മീൻസ് തണുത്ത് കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങ് നോക്കുമ്പോൾ നല്ല മലകളും ഇതാണ് ഫുൾ വ്യൂ. അങ്ങനെ മൊട്ടക്കുന്ന് കയറി വന്ന് ഞങ്ങൾ ഒരു ഫുഡ് കഴിക്കാൻ കയറിയേ.
ലഞ്ച് ടൈം ആയിരുന്നേ. ഞാൻ കഴിച്ചത് ബിരിയാണി ആട്ടോ. അമ്മയൊക്കെ ചോറും കറികളിലൊക്കെയാണ് വാങ്ങിച്ചത്. ഞാനൊരു കേരള ബിരിയാണി ഫാൻ അല്ല, എന്നാലും കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ പോയത് പൈൻ മരങ്ങൾ കാണാനാണ് കേട്ടോ. പണ്ട് വന്നപ്പം ഇത്രയും തിരക്കില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ അമ്മോ, നടക്കാൻ പോലുള്ള സ്ഥലമില്ലായിരുന്നു കേട്ടോ അങ്ങോട്ട് എൻട്രൻസിലോട്ട്. അത്രയും തിരക്കായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നേ. ഇത് കണ്ട എന്ത് നല്ല ഭംഗിയല്ലേ പൈൻ ട്രീസ് കാണാൻ. ഇഷ്ടമാതിരി പൈൻ മരങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയായിരിക്കും, ഇവിടെ ഒത്തിരി ഷൂട്ടിങ് കിടന്ന സ്ഥലമല്ലേ വാഗമൺ പൈൻ മരമൊക്കെ. എന്ത് ഭംഗിയല്ലേ കാണാൻ. നമ്മൾ ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ അത്രയും ഭംഗി ഇങ്ങ് ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ലേ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ സൺഡേ ആയതുകൊണ്ടായിരിക്കും കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാൻ നടക്കുന്നുണ്ടായിരുന്നേ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഉള്ള സ്ഥലമില്ലായിരുന്നു, അത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പ്രോബബ്ലി വീക്ക് ഡേയ്സ് പോയാൽ കുറവായിരുന്നായിരിക്കേ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് അറിയോ? ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നതാണ് കേട്ടോ. വാഗമണിലെ ഫേമസ് ഗ്ലാസ് ബ്രിഡ്ജേ, അതാണ് ലോങ്കസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് ഇൻ കേരള എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി കേട്ടോ. പക്ഷേ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ ഭാഗ്യമില്ലായിരുന്നു പറയാം. അവിടെ പോയപ്പോഴത്തേക്കും ടിക്കറ്റ് എല്ലാം തീർന്നായിരുന്നേ. പിന്നെ 5 മണി വരെ ഉള്ളൂ കേട്ടോ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പറ്റുന്ന സമയം. ഇത് കണ്ടില്ലേ, അതാണ് കേട്ടോ ആ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ്. എന്തായാലും ദൂരെ തന്നെ കാണാൻ പറ്റി, എന്നാലും നമുക്ക് കയറാൻ പറ്റാത്ത ആ സങ്കടം ഉണ്ട് കേട്ടോ. സാരല്ല, ഈ മലയുടെ ഭംഗിയൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാം, അതുപോലെ ബ്രിഡ്ജിൽ കയറി കാണണമെന്നില്ലല്ലോ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വാഗമൺ വരുവാണെങ്കിൽ കയറാമല്ലോ. ആ സമാധാനത്തോടെ ഞാൻ ഇവിടെ കുറച്ച് നേരം നിന്ന് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചു കേട്ടോ. ഇനി കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇതുണ്ട് സൈക്ലിങ്, പിന്നെ ആ നമ്മുടെ ഈ തായ്ലാൻഡിൽ കാണുന്ന പോലെ ഊഞ്ഞാലൊക്കെ ഇല്ലേ, അതുപോലത്തെ ഊഞ്ഞാലും. പിന്നെ നമുക്ക് സൈഡിൽ ഇങ്ങനെ കയറി നിന്ന് ഈ മലയുടെയൊക്കെ ഭംഗി ആസ്വദിക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ നിന്ന് ഈ മൗണ്ടനൊക്കെ നല്ല ആസ്വദിച്ച് ഈ കാഴ്ചകൾ കണ്ട് എല്ലാവരും ഈ സൈക്കിളിൽ കയറുന്ന ഭംഗിയും ഒക്കെ കണ്ട് നിന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെ കുറച്ച് നേരം നടന്ന് അവിടെയൊക്കെ പോയി ചായ കുടിച്ച് വന്നു. ഇതാട്ടോ വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത്. ഇവിടെ നോക്കുമ്പോൾ ഭംഗിയുണ്ടേ, പക്ഷേ അവിടെ നമുക്ക് കുറച്ച് പേർക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരു അത്രയും എന്താ പറയുക 2-3 മിനിറ്റ് സമയം നമുക്ക് നിൽക്കാനും പറ്റുള്ളൂ. വേഗം നമുക്ക് തിരിച്ച് പോരണേ. അതുകൊണ്ട് എനിക്ക് വലിയ എന്താ പറയുക, ഐ മിസ്ഡ് ഇറ്റ് ആ ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ. കുഴപ്പമില്ല, ഇൻ കേസ് നെക്സ്റ്റ് ടൈം വരുവാണെങ്കിൽ നമുക്ക് കയറാമല്ലോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വലിയ ദൂരമൊന്നും ഇല്ലല്ലോ, ഓൺലി 35 കിലോമീറ്റേഴ്സ് അത്രയല്ലേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും വരാം അല്ലേ. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോകുന്നത് ഒരു പാരാഗ്ലൈഡിങ് കാണാനാണേ. ഞാൻ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. വാഗമണിലും പാരാഗ്ലൈഡിങ് ഉണ്ടോയെന്ന്. എനിക്ക് പാരാഗ്ലൈഡിൽ നിന്ന് കയറണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ സമയം ഒത്തിരി വൈകിയ കാരണം ഞങ്ങൾ കയറിയില്ലേ. ഒരു 5 മണി ആയിരുന്നു കേട്ടോ ഈവനിങ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ നിന്ന് ദൂരെ നിന്ന് കണ്ട് ആസ്വദിച്ച് ഇങ്ങ് പോയേക്കാന്ന്. നല്ല ഭംഗിയല്ലേ കാണാൻ, ഇന്ന് പറന്ന് പോയി. ഞാനും എൻ്റെ അച്ഛനൊക്കെ കുറേ നേരം നിന്ന് കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. പറന്നു പോകുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വാഗമണിൽ ടീ എസ്റ്റേറ്റ് ആട്ടോ. അടിപൊളിയാണ്, നല്ല വ്യൂ ആട്ടോ. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ടീ വാങ്ങിക്കാം. ബ്യൂട്ടിഫുൾ, ഭയങ്കര ഇഷ്ടപ്പെട്ടെ. നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ ഇവിടെ നിന്ന്. ഞാൻ ഫുൾ വ്യൂ കാണിക്കാവേ. ഇതാട്ടോ ഫുൾ വ്യൂ നമ്മുടെ ടീ എസ്റ്റേറ്റിൻ്റെ. നല്ല ഭംഗിയുണ്ടേ കാണാൻ. എന്ത് ഭംഗിയാന്നൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ടീസ് കാണുമ്പോൾ നല്ല കൊതിയാവേ. ഐ മീൻ ഞാൻ ടീ പേഴ്സൺ അല്ല, എന്നാലും എനിക്ക് ടീ എസ്റ്റേറ്റ്സ് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു ഇല പറിച്ചു കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കാവേ എങ്ങനെയുണ്ടത്.
ചെറിയ കയ്പുണ്ട്. മൊത്തം കയ്പാട്ടോ. ഒരിക്കലും ഈ ഇങ്ങനത്തെ പരിപാടി കാണിക്കാൻ പോലെ. ഇതാട്ടോ ടീയുടെ ഫ്ലവേഴ്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയാട്ടോ കാണണേ. ഇങ്ങനെ ഉണ്ട് കേട്ടോ. ദേ നല്ല വൈറ്റ് ഫ്ലവറിൽ യെല്ലോ കളർ എന്താ പറയുക പൂക്കൾ ചെറുതായിട്ട് ഇങ്ങനെ. അങ്ങനെ കഴിച്ച് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കുരിശുമലയാട്ടോ. വാഗമണുള്ള കുരിശുമലയാണേ. ഇത് അവസാനത്തെ ഡെസ്റ്റിനേഷൻ. അത് ഞങ്ങൾ വീട്ടിൽ പോവാണേ. ടയേർഡായിട്ടോ, മുഖമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ടയേർഡായി. രാവിലെ വന്ന പോലെയല്ല കേട്ടോ. നിങ്ങൾ ഈ എൻട്രൻസ് കാണുന്നുണ്ടോ, വാഗമൺ കുരിശുമല എന്ന്? അതിൻ്റെ അകത്തോട്ട് വേണം കയറി പോകാൻ കേട്ടോ, ആ പള്ളിയിലെത്താൻ. പക്ഷെ നമുക്ക് കയറി പോകാൻ പറ്റിയില്ലേ, കാരണം ആഫ്റ്റർ 5 o'clock അവർ അലൗ ചെയ്യില്ല കേട്ടോ. അവിടെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവേ, ഓരോ സ്റ്റേഷൻസ് വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ 14 സ്റ്റേഷൻസ് ഓഫ് ജീസസ് ഇല്ലേ, നമ്മുടെ ഈ വേ ഓഫ് ദ ക്രോസിലുള്ള. അങ്ങനെ അവസാനം 14 സ്റ്റേഷൻസ് കഴിഞ്ഞാട്ടോ പള്ളിയുള്ളത്. ഏറ്റവും മലയ്ക്ക് മുകളിലാണേ. പിന്നെ ഉച്ചകളിലൊക്കെ കയറി പോകാൻ ബുദ്ധിമുട്ടായിരിക്കേ. പിന്നെ ആഫ്റ്റർ 5 o'clock അലാവും ചെയ്യത്തില്ല. ഞങ്ങളങ്ങനെ പുറമേ തന്നെയൊക്കെ കണ്ട് ഈ പ്ലേസിന് ഭംഗിക്ക് എൻജോയ് ചെയ്ത് പുറപ്പെടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏതായാലും വാഗമൺ കുരിശുമലയുടെ അടിവാരം വരെ വന്നല്ലോ. ഇനി അങ്ങനെ ഒരു ഫാമിലി ഡേ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തതും ഒരു പള്ളിയിൽ നിന്നായിരുന്നു, അവസാനം എൻഡ് ചെയ്യുന്നതും ഒരു പള്ളിയിൽ തന്നെയാട്ടോ. അതൊരു വലിയൊരു ബ്ലെസ്സിങ് അല്ലേ. പള്ളിക്കകത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും വലിയ അനുഗ്രഹം അല്ലേ ഒരു പള്ളി തന്നെ അവസാനിപ്പിക്കാന്ന് വെച്ചാൽ.